ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവലുപ്മാവാണ്. അവലുപ്മാവ് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇപ്പോൾ ഈ അവലുപ്മാവ് ഈ പഴത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നെയ്യിൽ വാട്ടിയെടുത്ത പഴത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അവലുപ്മാവ് എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 കപ്പ് അവലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അവലിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഉപ്പ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് ചേർക്കാം. കൂടി പോയി കഴിഞ്ഞാൽ ഉപ്മാവ് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഞാനിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്ത് ഈ അവല് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. വേണ്ടുന്നത് നോക്കി ചേർത്താൽ മതി. വെള്ളം ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കേണ്ട, നമ്മൾ സാധാരണ നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1-2 കായ്മുളക് ഇതുപോലെ മുറിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇനി കടുകും കായ്മുളകും ഉഴുന്നും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഇതുപോലെ അരിഞ്ഞ സവാള ഞാനിപ്പോൾ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിരുന്നു. മാത്രമല്ല സവാള കുറച്ച് കൂടുതലിടുമ്പോൾ ഈ അവലുപ്മാവിന് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാള ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് കുറക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് പച്ചമുളകാണ്. ഇനിയിപ്പോൾ സവാള ഒന്ന് വാടി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള അവല് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ അവല് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഉപ്മാവ് ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കഴിക്കുന്നത് ബാക്കി വന്നത് ആ സമയത്ത് ഇത് കുറച്ച് കട്ടി പോലെ ആയിട്ടുണ്ടാവും. അതിൽ കുറച്ച് ചൂടുവെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അവല് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇടുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അതിനുശേഷം അധികം നമ്മൾ ഇതിനെ ഡ്രൈ ആക്കി കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര കട്ടി പോലെയായി വരും. കാരണം ഇതിലെ വെള്ളം മുഴുവൻ വറ്റിയിട്ട് അത് ഒരു വല്ലാത്തൊരു രീതിയിലായി പോകും. അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അവലുപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ല ചൂടോടെ തന്നെ കഴിക്കാം. ഈ ഉപ്മാവ് ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഉപ്മാവ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.